മൂന്നാറിൽ വനംവകുപ്പിനെ പ്രതിസന്ധിയിലാക്കി നവമാധ്യമങ്ങളിൽ വ്യാജ പ്രചാരണം. ആദ്യം മാട്ടുപ്പെട്ടിയിൽ കടുവ ഇറങ്ങിയെന്നായിരുന്നു പ്രചാരണം. പിന്നീട് പഴയ മൂന്നാറിൽ കരടി ഇറങ്ങിയെന്നും നവമാധ്യമങ്ങളിൽ വ്യാപക പ്രചാരണം നടന്നു. വനംവകുപ്പിന്റെ അന്വേഷണത്തിൽ കരടിയുടേതായി പ്രചരിപ്പിച്ച ചിത്രം AI ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്ന് കണ്ടെത്തി. എന്തായാലും ഇപ്പോൾ ചിത്രം പ്രചരിപ്പിച്ചവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് വനംവകുപ്പ് മൂന്നാർ പോലീസിൽ പരാതി നൽകി. മൂന്നാർ മേഖലയിൽ വിവിധയിടങ്ങളിൽ വന്യമൃഗശല്യം അതിരൂക്ഷമായി വരുന്ന സാഹചര്യത്തിൽ വനംവകുപ്പ് പ്രതിരോധ നടപടികൾ സ്വീകരിക്കുന്നതിന് വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. വനംവകുപ്പിനെതിരെ പ്രതിഷേധവും ഉയരുന്ന സാഹചര്യത്തിൽ നവമാധ്യമങ്ങളിൽ നടത്തുന്ന വ്യാജ പ്രചാരണം ഉദ്യോഗസ്ഥർക്ക് ഇരുട്ടടിയായി മാറുകയാണ്. കഴിഞ്ഞ ദിവസം പഴയ മൂന്നാർ വർക്ക്ഷോപ്പ് ക്ലബിന് സമീപം കരടി ഇറങ്ങിയെന്ന തരത്തിൽ ചിത്രങ്ങൾ പ്രചരിപ്പിച്ചിരുന്നു. വിവരമറിഞ്ഞ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ രാത്രിയിലെത്തി പരിശോധനയും നടത്തി. പിന്നീട് കൂടുതൽ അന്വേഷണം നടത്തിയപ്പോഴാണ് AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കരടിയുടെ ചിത്രം വ്യാജമായി നിർമ്മിച്ച് പ്രചരിപ്പിച്ചതാണെന്ന് വ്യക്തമായത്. ഇതോടെ വനംവകുപ്പ് വ്യാജ പ്രചാരണം നടത്തുന്നവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് മൂന്നാർ പോലീസിൽ പരാതി നൽകി. ഇത്തരം വ്യാജ പ്രചാരണം വനംവകുപ്പിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നതിനൊപ്പം ജനങ്ങൾക്കിടയിൽ ഭീതിയും ആശങ്കയും വർദ്ധിപ്പിക്കുന്നതിനും ഇടയാക്കുന്നുണ്ട്. നിരന്തരമായിട്ട് ഇത് ആവർത്തിക്കപ്പെടുകയാണ്. ജനങ്ങൾ ഇപ്പോൾ വലിയ പരിഭ്രാന്തിയൊക്കെ ഉണ്ടാകുന്നു. ഞങ്ങളുടെ ജോലിഭാരം കൂടുന്നു. അപ്പം ഇത്തവണ നമ്മൾ നിയമ നടപടി സ്വീകരിക്കും, കർശനമായ നടപടി സ്വീകരിക്കും. ഇവിടെ പ്രചരിപ്പിച്ച ഏതാനും ആൾക്കാരെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്, സാമൂഹ്യ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചത്. അപ്പം നമ്മൾ അതിന്റെ തുടർ നടപടി ഉറപ്പായിട്ട് സ്വീകരിക്കും. ഇതുമാത്രമല്ല, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മാട്ടുപ്പെട്ടിയിൽ കടുവ ഇറങ്ങിയെന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചിരുന്നു. ഇതാകട്ടെ കേരളത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളുമായിരുന്നില്ല. ജനങ്ങളിൽ ആശങ്കയുണ്ടാക്കുന്ന തരത്തിലുള്ള ഇത്തരം വ്യാജ പ്രചാരണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് വനംവകുപ്പ് അന്ന് തന്നെ നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും വീണ്ടും ഇത്തരം പ്രവണത തുടരുന്ന സാഹചര്യമാണുള്ളത്. ന്യൂസ് ബ്യൂറോ, അടിമാലി.